വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് മാർച്ചും കലക്ട്രേറ്റിന് മുൻപിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, വെന്റിലേറ്ററിലായ ആരോഗ്യരംഗം, നാഥനില്ലാത്ത കേരളം എന്ന ശീർഷകത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വെന്റിലേറ്ററിലായ ആരോഗ്യരംഗം, നാഥനില്ലാത്ത കേരളം, ഈ ശീർഷകത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു പ്രതിഷേധ സംഗമം ഇവിടെ നടത്തുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ ഭാഷണത്തിലും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിലധികമായി കേരളത്തിലെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ സ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ശസ്ത്രക്രിയ മുടങ്ങാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും മന്ത്രിപുങ്കവന്മാരെ കണ്ടിട്ടും മേലാളന്മാരെ കണ്ടിട്ടും പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഉപകരണങ്ങൾ പോലും ലഭ്യമാക്കാത്ത ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കും അനാസ്ഥതയ്ക്കുമെതിരായിട്ട് ഒരു ഡോക്ടർക്ക് പരസ്യമായി ഈ ലോകത്തോട് പ്രതികരിക്കേണ്ടി വന്നത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ ആരവമൊഴിയുന്നതിന് മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ആ അപകടം നടന്ന് മിനിറ്റുകൾക്കകം അവിടെ എത്തിയിട്ടും സർക്കാരിനെയും ആരോഗ്യവകുപ്പിനെയും ന്യായീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ജുഗുപ്സാവഹമായിട്ടുള്ള സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് വിലപ്പെട്ട ഒരു ജീവൻ നമുക്ക് പൊലിഞ്ഞുപോയത്, അപഹരിക്കപ്പെട്ടത്. 2 മണിക്കൂറോളം ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് കോൺക്രീറ്റ് ലാബ് പൊട്ടി തലയിൽ വീണ് തൻ്റെ തലയോട്ടി പൊട്ടിയാണ് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആ ചാണ്ടിയുമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും ഈ ദുരന്തത്തിന് ആധാരമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കാനോ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരഞ്ഞിട്ട് ആരെങ്കിലും അതിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനോ ബന്ധപ്പെട്ട മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ആളുകളും നേതൃത്വം കൊടുത്തില്ല എന്നതിൻ്റെ പരിണിതഫലമാണ്, അതിൻ്റെ ദുരന്തഫലമാണ് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീ മരണപ്പെട്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതും ഹാരിസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾക്കെതിരായിട്ട് നടപടികൾ സ്വീകരിക്കാനൊക്കെ വരുന്നത് നമ്മൾ കാണുകയാണ്. കേരളത്തിൽ ആരോഗ്യരംഗം എത്രമാത്രം ഗുരുതരമായിട്ടൊരവസ്ഥയിലാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുമ്പാകെയുണ്ട്. കേരളം എല്ലാ കാലത്തും പൊതുജനാരോഗ്യ രംഗത്ത് 1ാം സ്ഥാനം നേടിയിട്ടുള്ളൊരു സംസ്ഥാനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 കൊല്ലക്കാലമായി നമ്മൾ 1ാമതാണ് എന്ന് മേനിനടിച്ച് അഹങ്കരിച്ച് കൊട്ടിഘോഷിച്ച് നടക്കുന്നു എന്നതിനപ്പുറത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടിയും ആരോഗ്യ മേഖലയിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും തിക്തമായിട്ടുള്ള ഫലമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. ഉദ്ഘാടന ചടങ്ങിൽ KT സഹദുള്ള അധ്യക്ഷത വഹിച്ചു. മഹമൂദ് കടവത്തൂർ, അഡ്വക്കേറ്റ് KA ലത്തീഫ്, അൻസാരി തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.